മലയാളത്തിലെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സമീപകാലത്തെ അതല്ലെങ്കിൽ ഈ വർഷത്തിലെ തന്നെ സിനിമകളിൽ ഒന്നായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ സൂക്ഷ്മദർശിനി. തിയേറ്ററുകളിലേക്ക് എത്തി 3-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ ആകെ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ, അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ 3-ാം ദിവസമായ ഞായറാഴ്ച ദിവസത്തെ ഇന്നത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് തുടങ്ങിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ബേസിൽ നസ്രിയ കോംബോയിൽ ആദ്യമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമ കൂടിയ സൂക്ഷ്മദർശിനി ഇപ്പോഴത്തെ വമ്പൻ കളക്ഷൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. കേരള കളക്ഷൻ ഇന്നലെ എസ്റ്റിമേറ്റ് ചെയ്ത ലെവലിലേക്ക് എത്തപ്പെട്ടിട്ടില്ല എങ്കിലും വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷ ലെവലിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ 3 കോടിയോളം രൂപ കേരള ഗ്രോസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്നലെ സിനിമ നേടിയെടുത്തത് 2,75,00,000 എന്ന മികച്ചൊരു കേരള ഗ്രോസ് കളക്ഷൻ തന്നെയാണ്. ആദ്യ ദിവസം 1,60,00,000 മുകളിൽ കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമ അങ്ങനെ വെറും 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 4,35,00,000 ഗ്രോസ് നേടിയെടുത്തിരിക്കുകയാണ്. ഗൾഫ് രാജ്യത്ത് നിന്ന് 3,90,00,000 ഗ്രോസ് നേടിയെടുത്ത സിനിമ വെറും 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 10 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. സമീപകാലത്ത് ഏറ്റവും വേഗത്തിൽ കളക്ഷൻ മുന്നേറുന്ന മലയാളം സിനിമ കൂടിയായിട്ട് സൂക്ഷ്മദർശിനി മാറിയിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ഇന്നലത്തേക്കാൾ കളക്ഷൻ ഇതിനോടകം തന്നെ സിനിമ ഉറപ്പാക്കിയിട്ടുമുണ്ട്. അത് തെളിയിക്കുന്ന ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ് നമുക്ക് BMSൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഉച്ച സമയത്തെല്ലാം തന്നെ 8,000-ലധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി സിനിമ എടുത്തായിട്ട് വിറ്റഴിച്ചതെങ്കിൽ ഇപ്പോഴത്തെ ഈ സന്ധ്യാസമയത്തെല്ലാം തന്നെ 5,000-നടുത്ത ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ, ഫാമിലി ത്രില്ലർ ഡ്രാമ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സൂക്ഷ്മദർശിനിയുടെ 3-ാം ദിവസത്തെ കളക്ഷൻ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ കേട്ടാം.